എല്ലാവർക്കും നമസ്കാരം. ആരാധനയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ എന്നിതിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും യോഗയും പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, തയ്യാറായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. 2000-2001 കാലഘട്ടത്തിലാണ് ആർട്ട് ഓഫ് ലിവിങ് എന്ന ഓർഗനൈസേഷനിലൂടെ എനിക്ക് യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ ഒരു ചിന്താഗതിക്കൊപ്പം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഒരു ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ഒക്കെ നിലനിർത്തി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും എത്തിച്ചേരാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിലെ ഓരോരുത്തരിലേക്കും അത് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എത്ര തിരക്ക് പിടിച്ച് ഓടുന്ന ആളുകളായിക്കോട്ടെ, എത്ര തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം. ജീവിതത്തിൽ അവരവരുടെ ശരീരത്തിനും അവരവരുടെ മനസ്സിന് വേണ്ടി, എൻ്റെ ശരീരത്തിന് എൻ്റെ മനസ്സിന് വേണ്ടി ജീവിതത്തിൽ ഒരു 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കും എന്നുള്ള ഒരു തീരുമാനം, ഒരു ദിവസത്തിലെ 10 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കും എന്നുള്ള തീരുമാനമാണ് ആദ്യമായിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ നമ്മൾ യോഗ ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഒരു ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ ഒരു യോഗ മാറ്റ് മേടിക്കണം. യോഗ മാറ്റ്, ഇതെൻ്റെ യോഗ മാറ്റാണ്. ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം മേടിച്ചതാണ്. പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ശീലം, ചിലപ്പോൾ നിങ്ങളെല്ലാം വെള്ളം നന്നായിട്ട് കുടിക്കുന്നവരായിരിക്കാം. പുതിയൊരു വാട്ടർ ബോട്ടിൽ പറ്റുമെങ്കിൽ മേടിക്കുക. ഇതെൻ്റെ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന ശീലം ഒന്നുകൂടെ എന്ത് ചെയ്യുക, ശ്രദ്ധയോടുകൂടി വെള്ളം കുടിക്കുന്ന ശീലം കൂട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ യോഗ ചെയ്യാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക. 10 മിനിറ്റ് ആ സ്ഥലത്ത് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കും എന്നുള്ളൊരു തീരുമാനം. അത് നിലത്തിരിക്കാൻ പറ്റുന്നവർക്ക് നിലത്തിരിക്കാം, അല്ലെങ്കിൽ ചെയറിലോ അല്ലെങ്കിൽ ബെഡിലോ സ്വസ്ഥമായിട്ടൊരു 10 മിനിറ്റ് ഇരിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അയഞ്ഞ വസ്ത്രങ്ങളിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലത്. പിന്നെ നമ്മൾ അങ്ങനെ 10 മിനിറ്റ് ഇരിക്കുന്ന സമയത്ത് വീട്ടിലുള്ളവരോട് പറയുക, ഞാനൊരു 10 മിനിറ്റ് ഇതുപോലൊരു പ്രാണായാമം അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ എന്തോ ആയിക്കോട്ടെ അത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ. അതേപോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ കുറച്ച് സമയം എന്ത് ചെയ്യുക, മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയുമായിട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് ഞാൻ എന്നോടൊപ്പം സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ളൊരു തീരുമാനമാണ് ആദ്യം എടുക്കുക. അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നതിന് ശേഷം കണ്ണുകൾ അടച്ചു വെക്കുക, നട്ടെല്ല് നിവർത്തി ഇരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പറ്റുമെങ്കിൽ കൈകൾ മടിയിൽ മലർത്തി, വിരലുകൾ ചേർത്ത് മടിയിൽ മലർത്തി വെക്കുക, കണ്ണുകൾ അടച്ചു വെക്കുക. അതിനുശേഷം സ്വന്തം ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസത്തിൻ്റെ ഗതി, ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിനെയും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിനെയും ശ്രദ്ധിച്ച് കണ്ണുകൾ അടച്ച് വിശ്രമിച്ച് ഇരിക്കുക എന്നുള്ളതാണ്. ആ ശ്വാസത്തിനെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിനെയും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിനെയും കുറച്ച് നേരം നമുക്ക് കൗണ്ട് ചെയ്യാം. എന്തിനാണ് അങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് എന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയവും നമ്മളോടൊപ്പം നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ശ്വാസം എന്നുള്ളത്. ഒരുപാട് പ്രവൃത്തികളിൽ ഒന്നാണ്. അപ്പോൾ നമുക്കത് തിരിച്ചറിയാനും പറ്റും. ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ നിമിഷത്തിൽ ചിന്തിക്കാനും ഈ നിമിഷത്തിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാനുമുള്ള ഒരു മാനസിക നില ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനു വേണ്ടിയാണ് ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ചെയ്തു തുടങ്ങും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നട്ടെല്ല് നിവർത്തിയിരിക്കുക എന്നുള്ളത്. അതുപോലെ മുഖത്ത് മനോഹരമായിട്ടുള്ള നിങ്ങളുടെ പുഞ്ചിരി സൂക്ഷിക്കുക എന്നുള്ളത്. ആ ഒരു ചിരിച്ച മുഖത്തോടു കൂടി നട്ടെല്ല് നിവർത്തി, എന്ത് തന്നെ പ്രശ്നം ആയിക്കൊള്ളട്ടെ, ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കും ധാരാളം പ്രശ്നങ്ങളുണ്ട്, എനിക്കും എൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലുമാണ് ഞാനുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ചിരിച്ച മുഖത്തോടെ നട്ടെല്ല് നിവർത്തി സ്വസ്ഥമായിട്ട് കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഇരിക്കുക. അങ്ങനെ 10 മിനിറ്റിന് ശേഷം സാവകാശം കണ്ണുകൾ തുറന്ന് റിലാക്സ് ചെയ്യുക. വെള്ളം കുടിക്കുന്ന ശീലം വർദ്ധിപ്പിക്കുക.
അതുപോലെ തന്നെ ഇന്ന് തന്നെ ഒരു യോഗ മാറ്റ് ഓർഡർ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് നിങ്ങളുടെ സ്വന്തം ആരാധന കാദംബരി. താങ്ക് യു സോ മച്ച്.